കാളാഞ്ചി കറി വെച്ചത്. ഇന്ത്യൻ പെർച്ച് നാട്ടി വെച്ചുണ്ടാക്കിയ കറി കേട്ടോ. ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആദ്യം ഫിഷ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ വെച്ചു. ശേഷം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറി ലീഫൊക്കെ എടുത്ത് വെച്ചു. ഇത് ഉലുവ. ഒരു കലത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മോൾ ഫെനുഗ്രിക്കില്ലേ, ഉലുവ, അതിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പേളോണിയം കേട്ടോ. പേളോണിയം വേണം ഇതിന്. പേളോണിയനൊക്കെ എത്രത്തോളം ഇടുന്ന അത്രത്തോളം ടേസ്റ്റ് വരും ഫിഷ് കറിക്ക്. പിന്നെ കുറച്ച് കറി ലീഫ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അത് വേഗത്തിലൊന്ന് വഴറ്റി എടുക്കുക. ഈ സമയത്ത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ടർമറിക് പൗഡറും കുറച്ച് വാം വാട്ടറിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നുവെച്ചാൽ ഇത് റെഡിയായിട്ട് വരുമ്പോഴത്തേന് നമുക്കത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അതുകൊണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സ്, കാശ്മീരി ചില്ലി പൗഡറും ടർമറിക് പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ പൊടികൾ രണ്ടും വാം വാട്ടറിൽ മിക്സ് ചെയ്താലേ നമ്മൾ അരച്ചെടുത്ത പോലെ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. മിക്സ് ചെയ്യാൻ മീൻസ് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. കരിഞ്ഞു പോവല്. ഫ്ലെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി അപ്പോൾ അതിൻ്റെ ഒരു എണ്ണയില്ല, എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. ഈ സമയത്ത് നമുക്ക് കുടംപുളി ഓർ വടക്കൻ പുളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം ഫിഷ് ഉണ്ട് അതേപോലെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എത്രത്തോളം ഫിഷ് ഉണ്ട് അതേപോലെ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് നമുക്കൊന്ന് ഇത് കവർ ചെയ്ത് ഇത് തിളച്ച് വരുമ്പം ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഓണിയൻ വഴറ്റിയപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തായിരുന്നു. തിളച്ച് വന്നിട്ട് ഉപ്പൊക്കെ നോക്കുക. ഒന്നുകൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി കാളാഞ്ചിക്കറി റെഡി.